കോഴിക്കോട് കൊയിലാണ്ടിയിൽ മെഡിക്കൽ ഷോപ്പിലെ സംഭാവന പെട്ടി മോഷ്ടിച്ചു. മരുന്ന് വാങ്ങാൻ എന്ന വ്യാജനെത്തി മോഷണം നടത്തുകയായിരുന്നു. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ₹2 മരുന്ന് അയാൾ ഇവിടുന്ന് വാങ്ങി. എടുത്ത പുറത്തന്നെ എൻ്റെ റബ്ബെ എടുക്കുന്ന കഥ. ആ സഞ്ചി മുകളിൽ വെച്ചിട്ട് മറയെ കൂടി എടുത്ത് ഞാൻ തല കറങ്ങിയപ്പോൾ തല താത്തി കളയണ്ടല്ലേ, നമ്മൾ തല തിരിഞ്ഞപ്പോൾ കാത്തി. എന്നിട്ട് അയാളൊരു ചോദ്യം, കണ്ണൂരൊക്കെയുള്ള തലശ്ശേരി വസട കിട്ടാന്ന്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഭി, ഈ സംഭവം ഇത് കൊയിലാണ്ടിയിൽ എവിടെയാണ്? ഇത് എനിക്ക് തോന്നുന്നത് ടൗണിനടുത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വളരെ നൈസായിട്ടാണ് ഈ മോഷണം എന്നുള്ളത് ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. ഇതാരാണ്, എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. പോലീസ് എങ്ങനെയാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്? പ്രജിൻ, കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണിത്. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ മെഡിക്കൽ ഷോപ്പിലേക്ക് ശ്വാസം മുട്ടലിന്റെ മരുന്ന് വേണമെന്ന് പറഞ്ഞാണ് ഇയാൾ എത്തുന്നത്. തുടർന്ന് മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരൻ മരുന്നെടുക്കാൻ പോയ സമയത്ത് ഇയാൾ തന്ത്രപരമായി ഈ സംഭാവന പെട്ടി കൈക്കലാക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. കൈവശമുണ്ടായിരുന്ന ഒരു കവർ ഉപയോഗിച്ച് മൂടിക്കൊണ്ട് അതിനെ ആ സംഭാവന പെട്ടി കൈവശപ്പെടുത്തുകയാണ്. ഈ ജീവനക്കാരൻ ആദ്യം ഇത് മനസ്സിലായിരുന്നില്ല. അദ്ദേഹം ഇയാൾ പോയതിനു ശേഷം അവിടെ സംഭാവന പെട്ടി കാണാതായതിനെ തുടർന്നാണ് ഒരു അന്വേഷണം നടത്തിയത്. പിന്നീട് CCTV പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു മോഷണം നടന്നതായി അദ്ദേഹത്തിന് വ്യക്തമാവുന്നത്. ഏതായാലും ആരാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കൊയിലാണ്ടിയിൽ നേരത്തെ പരിചയമുള്ള ആളല്ല എന്ന് തന്നെയാണ് മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരൻ പറയുന്നത്. ഏതായാലും എത്ര രൂപയാണ് ഇതിലുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല. ഏതായാലും വളരെ തന്ത്രപരമായാണ് ഇയാൾ ഈ മോഷണം നടത്തിയിട്ടുള്ളത്. പ്രജിൻ, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് ഈ മോഷണം നടന്നത്.